പല പരാതികൾ ലഭിക്കും. അങ്ങനെ ഇന്നലെ വിൻസിയുടെ പരാതി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ ഇന്നലെ വിൻസിയെ വിളിച്ചു. ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ള റാണി, അതോടൊപ്പം തന്നെ WCCയിലെ ഞങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ വിൻസിയെ വിളിച്ചു. ഞാൻ പറഞ്ഞനുസരിച്ച് ഞങ്ങൾ ഗ്രൂപ്പ് കോളിൽ വന്നു. വിൻസിക്ക് പരാതി പറയാൻ പേടിയായിരുന്നു, സത്യസന്ധമായി പറഞ്ഞാൽ. പക്ഷേ വിൻസിയോട് ഞങ്ങൾ പറഞ്ഞു, പരാതി നൽകണം, നൽകിയാൽ മാത്രമേ നമുക്കിത് പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വിൻസി പറഞ്ഞു, ICയിലുള്ള 3 പേര്, 5 പേരിൽ 3 സ്ത്രീകളായിരുന്നു. അവരും ഡയറക്ടർ ഉൾപ്പെടെ പ്രൊഡ്യൂസർ ഉൾപ്പെടെ എല്ലാവരും വിൻസിയുടെ ഈ പ്രശ്നത്തിൽ സഹകരിക്കുകയും ഡയറക്ടർ ഈ നടനോട് താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം വിൻസി ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ പങ്കെടുത്തപ്പോൾ അവിടെ വെച്ച് വിൻസി ഈ കാര്യം പൊതുസമൂഹത്തോട് പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. പിന്നീട് വിൻസിയുടെ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ വിൻസി അതേക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പൊതുസമൂഹം ഇത് അറിയുന്നത്. അങ്ങനെ വിൻസിയോട് ഇന്നലെ ഞാനൊരു 9 പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ICയെക്കുറിച്ച് വിൻസിക്ക് ഒരു പരാതിയില്ല. IC കൂടെ നിന്നു, അതിൻ്റെ ക്രൂ എല്ലാം കൂടെ നിന്നു. അങ്ങനെയാണ് ഈ പരാതി ഇന്നലെ ഫിലിം ചേംബറിൻ്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ലഭിക്കുന്നത്. ഇതറിഞ്ഞുകൊണ്ട് അമ്മയിൽ നിന്നും FEFCയിൽ നിന്നും വിൻസിയെ വിളിച്ചു. അവർ പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞു. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. എന്തായാലും സംഘടനാപരമായ തീരുമാനം ഞങ്ങൾ എടുക്കും. തിങ്കളാഴ്ച ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് BR ജേക്കബ് എന്നെ വിളിച്ചു രാവിലെ. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ചെയർമാൻ G സുരേഷ് കുമാർ എന്നെ രാവിലെ വിളിച്ചു. ഇന്നലെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. അടിയന്തരമായി കമ്മിറ്റി വിളിക്കാൻ ഇപ്പോൾ പറഞ്ഞു. അതനുസരിച്ച് 1 മണിക്കൂർ മുമ്പ് ഞങ്ങളുടെ എല്ലാ അഫിലിയേറ്റ്സും എന്ന് പറഞ്ഞാൽ 7 അഫിലിയേറ്റ്സാണ്. ആ 7 അഫിലിയേറ്റ്സ് 3 മെമ്പർമാർ വെച്ച് 21 പേരാണ് മോണിറ്ററിംഗ് കമ്മിറ്റിയിലുള്ളത്. തിങ്കളാഴ്ച ടൈറ്റിൽ കമ്മിറ്റി കഴിഞ്ഞ് 3 മണിക്ക് അടിയന്തര യോഗം ഞങ്ങൾ ചേർന്നിട്ട് ശക്തമായ നടപടി, ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾ കണ്ടോളൂ, ശക്തമായ നടപടി എടുക്കും. നാളെ നിങ്ങൾ തിരിച്ച് അയാളുടെ ജോലി പോയി, ഇയാളുടെ ജോലി പോയി, അവിടെ വിലക്ക് ഇവിടെ വിലക്ക് ഉളുക്കെന്നൊന്നും പറഞ്ഞ് വരരുത്. സത്യസന്ധമായി പറയാം, ഞങ്ങൾ ശക്തമായ നടപടിയെടുക്കും. അതിനകത്തുനിന്ന് ഇയാൾ എന്നേക്കുമായിട്ടുള്ളതല്ല, മറിച്ച് നന്നാകാനൊരവസരം കൊടുക്കും. ഈ ആളുടെ നടക്കുന്ന പ്രോജക്റ്റുകൾ നടന്നോട്ടെ. പുതുതായി ഒരു പ്രോജക്റ്റ് നടത്താൻ അല്ലെങ്കിൽ അനുവദിക്കാൻ ഫിലിം ചേംബറോ ഞങ്ങളുടെ അഫിലിയേറ്റ്സ് പ്രൊഡ്യൂസർ അസോസിയേഷനോ അതിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അവരുമൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. പക്ഷേ ഔദ്യോഗിക തീരുമാനം കമ്മിറ്റിയിലെടുക്കും. അങ്ങനെ ഞങ്ങൾ ശുദ്ധീകരണം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇക്കാര്യത്തിൽ ഇപ്രാവശ്യം ഒരു വിട്ടുവീഴ്ചയും ചെയ്യുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഇത് പൊതുസമൂഹത്തിന് ഉറപ്പ് നൽകുന്നതാണ്. ഇതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാൻ പറ്റുമോ? ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പലതും ഉണ്ട്. അതിനെതിരെ ഒരു ശക്തമായിട്ടുള്ള നടപടി, ഈ ഒരു വ്യക്തിക്കെതിരെയുള്ള നടപടിയല്ല, അതിനപ്പുറത്തേക്ക് സമൂലമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരാനുള്ള നടപടികൾ ചേംബറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. തീർച്ചയായിട്ടും. അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ WCC കൊടുത്ത പരാതി പ്രകാരം ഹൈക്കോടതി വനിതാ കമ്മീഷനോട് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ വനിതാ കമ്മീഷൻ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ P സതീദേവി കേരള ഫിലിം ചേംബറിൽ വന്ന് ക്ലാസ് എടുത്തു. ഞങ്ങൾ പല പ്രാവശ്യം മീറ്റിങ്ങുകൾ വിളിച്ചു. അങ്ങനെ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിനെ ഇതിൻ്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ഏജൻസിയായി, നോഡൽ ഏജൻസിയായിട്ട് ഏൽപ്പിച്ചു. ഞങ്ങൾ വളരെ ഭംഗിയായി, നിങ്ങൾ ഓർക്കണം, 2022 മുതൽ ഞങ്ങൾ ഈ അടുത്ത കഴിഞ്ഞ മാസം സർക്കാരിൽ ഞങ്ങൾ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വസുകി IAS, അതുപോലെ തന്നെ നമ്മുടെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കെല്ലാം ഞങ്ങൾ ആ മിനിറ്റ്സിൻ്റെ കോപ്പി കൊടുത്തിട്ടുണ്ട്. കൃത്യമായി എല്ലാ സിനിമാ ലൊക്കേഷനിലും IC ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഓർത്ത് നോക്കി, അതിനുശേഷം 650 സിനിമകൾ മലയാള സിനിമയിൽ ഇറങ്ങി, അല്ലേ, പ്രൊഡക്ഷൻ ഉണ്ടായി. അതിൽ എത്ര പരാതി ഉണ്ടായി? മാക്സിമം നിങ്ങൾക്കറിയാലോ, ഒരു ലൊക്കേഷനിൽ നമുക്ക് എപ്പോഴും ചെല്ലാൻ പറ്റില്ല. കാരണം ഒരു സിനിമ ഒരേ സമയം 30 സിനിമ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സിനിമ പോലും 60-50 ലൊക്കേഷൻ ചേഞ്ച് വരും. അപ്പോൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഞങ്ങളുടെ റാണിയും അതുപോലെ ഞങ്ങളുടെ വനിതാ മെമ്പർമാരും വളരെ കഷ്ടപ്പെട്ട്, നിങ്ങൾക്കറിയാമോ, ഇത് ഫോളോ അപ്പ് നടത്തുന്നുണ്ട്. എവിടെയെങ്കിലും ഫ്ലെക്സ് അവിടെ പ്രദർശിപ്പിക്കണം. ഒരു ലൊക്കേഷൻ ഒരു യൂണിറ്റായി എടുത്തുകൊണ്ട് ഫ്ലെക്സ് പ്രദർശിപ്പിക്കണം. ഇവർക്കെല്ലാം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടികൾ ഹറാസ്മെൻറ്റ് വിധേയമായാൽ, അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗിച്ചാൽ അപ്പോൾ അറിയിക്കണം. നിങ്ങൾ നോക്കൂ, ഞങ്ങളുടെ ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ B രാകേഷ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നിങ്ങളത് പ്രസിദ്ധീകരിച്ചല്ലേ ലെറ്റർപാഡിൽ. ഇവിടുത്തെ ഉന്നത അധികാരികളോട് എന്താ പറഞ്ഞത്? നിങ്ങൾ ലൊക്കേഷനിൽ കയറണം, നിങ്ങൾ എക്സൈസ് വരണം, നിങ്ങൾ പോലീസ് ചെക്ക് ചെയ്യണം. ഞങ്ങൾക്ക് ഒരു പരാതിയില്ല, ഞങ്ങൾക്കൊരു പ്രശ്നമേ ഉള്ളൂ, സുഗമമായി ഷൂട്ടിംഗ് നടക്കണം. ഞങ്ങളുടെ പണം പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ അഫിലിയേറ്റ്സിൻ്റെ പണം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് സുഗമമായി നടത്തണം. ഉപ്പ് നിന്നും വെള്ളം കുടിക്കണം. ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവർ അവരുടെ സ്വകാര്യതകളിലേക്ക് ഞങ്ങൾ കടന്നു പോകുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് ശല്യമാണ്, ഇത് പൊതുശല്യമാണ്. ഷൈൻ ടോൺ ചാക്കോ എന്ന് പറയുന്ന ആളെയൊക്കെ എന്നെ ഇതുപോലെ തന്നെ നമ്മൾ സഹകരിക്കാതിരിക്കേണ്ടവരായിരുന്നു. ഇനി ഇത് വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾക്ക് പരിമിതിയുണ്ട്. പിന്നെ നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. നിയമപരമായി കാര്യങ്ങൾ എടുക്കേണ്ടത് നമ്മുടെ 3 സ്റ്റേറ്റ്സ് ഓഫ് ഓർഗാൻ എന്ന് പറയുന്ന ജുഡീഷ്യറിയാണ്, ഒന്ന് ലെജിസ്ലേച്ചറാണ്, ഒന്ന് എക്സിക്യൂട്ടീവാണ്. ഞങ്ങൾക്ക് സംഘടനാപരമായ തീരുമാനം എടുക്കാൻ പറ്റും. സംഘടനാപരമായ തീരുമാനം ഞങ്ങളുടെ ചെയർമാൻ G സുരേഷ് കുമാർ ഇപ്പോഴും രാവിലെ സംസാരിച്ചു, ഇന്നലെ സംസാരിച്ചു. ഞങ്ങളുടെ പ്രസിഡന്റ് BR ജേക്കബ് സംസാരിച്ചു എന്നോട്. ഞങ്ങൾ സംഘടനപരമായ തീരുമാനം ശക്തമായി എടുക്കും. തിങ്കളാഴ്ച 3 മണിക്ക് നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ സംഘടനപരമായ തീരുമാനം എന്തെടുക്കാമെന്ന് നിങ്ങൾക്ക് അവിടെ വെച്ച് കാണാം. ഇതിൽ കൂടി ഞങ്ങൾക്ക് പറയാൻ പറ്റും.
ഈ ലഹരി പരിശോധനയ്ക്ക് ഡാൻസ് ആപ്പിന്റെ പരിശോധനയ്ക്കിടെ ഇപ്പം ഒരു ഹോട്ടലിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടി എന്ന് പറയുന്നു. അപ്പോൾ ഇത് വിൻസി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു താക്കീത് കൊണ്ട് തീരുന്ന പ്രശ്നമാണോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള നടപടി എന്നുള്ളതാണ് ചോദ്യം. അല്ല, താക്കീതായിരിക്കത്തില്ല, താക്കീതല്ലല്ലോ. കാരണം നമുക്കറിയാം സാമന്താനം തരണമെന്നല്ലേ. നമ്മളിപ്പോൾ പല പ്രാവശ്യമായി സംഭവം. ഇതിനകത്ത് പലരും ഇതിനു മുമ്പ് നിങ്ങൾക്കറിയാം ലഹരിക്കെതിരെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ചാനലുകളിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആൾ ഞാനല്ലേ. അതുകൊണ്ട് തന്നെ പലർക്കും നമ്മളോട് വിരോധമുള്ളത്. ലഹരി എന്ന് പറയുന്നത് ഉപയോഗിക്കപ്പെടാൻ പാടില്ല. ഞാനായാലും ആരായാലും പൊതുസമൂഹത്തെ കാർന്നു നിന്ന ക്യാൻസറാത് നമ്മുടെ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഈ ഷൂട്ടിംഗ് മുടക്കുന്നത് മാത്രമാണോ? നമ്മുടെ സാമൂഹികമായ വലിയ വിപത്തല്ലേ അത്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പോരാട്ടം നമ്മൾ നടത്തും. വിൻസി പോലും എന്ന് പറയാൻ കാരണം എന്താണ്? ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഭാഗമായ ഒരു ക്യാമ്പയിനിങ് പങ്കെടുത്തുകൊണ്ടല്ലേ ആ നല്ലൊരു പെൺകുട്ടിയാണ് അത് പറഞ്ഞത്. ഇന്നലെ എത്ര ഭയമായിരുന്നു അതിന് പരാതി തരാൻ വേണ്ടി. എത്രയോ പ്രാവശ്യം ഞങ്ങളുടെ ലേഡി മെമ്പർമാർ, ഞങ്ങളുടെ ആഷ, ഞങ്ങളുടെ റാണി, ഇവരെല്ലാം എത്രയോ പ്രാവശ്യം വിളിച്ചു. ഞാൻ തന്നെ ഞങ്ങളുടെ വനിതകൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ലോഡിൽ വന്ന് വിൻസിയോട് സംസാരിച്ചു. അങ്ങനെയാണ് വിൻസി പരാതി നൽകുന്നത്. പരാതി നൽകാൻ നേരം വിൻസിക്ക് അതിനുശേഷമാണ് അമ്മ അവർ ആ പരാതി കോപ്പി വാങ്ങുന്നത്. മനസ്സിലാക്കണം. ഞങ്ങൾക്ക് മെയിൽ ചെയ്തു, ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യും. ഇപ്രാവശ്യം ഒരു കാര്യം ഉറപ്പാണ്, ശക്തമായ നടപടി ഞങ്ങൾ എടുത്തിരിക്കും. നിങ്ങളെല്ലാം കാണാൻ പോകുന്ന പോലും പറഞ്ഞു കേൾപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ ശക്തമായ നിലപാട് തിങ്കളാഴ്ച സ്വീകരിക്കും. ഒരു സംശയം ഇക്കാര്യത്തിൽ വേണ്ട. ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കൂട്ടത്തിൽ ഈ ഷൈൻ ചാക്കോയുടെ മറ്റു നടന്റെ കാര്യം ഒരു യുവതി പറഞ്ഞു. അപ്പൊ അതിലൊക്കെ ആ കേസിലൊക്കെ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഫിലിം ചേംബർ ആവശ്യപ്പെടും. ഉറപ്പല്ലേ? ഫിലിം ചേംബർ എപ്പോഴും ആവശ്യപ്പെടാത്തത്? ഫിലിം ചേംബർ എന്ന് പറഞ്ഞാൽ എന്താണ്? കേരള ഫിലിം ചേംബർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് അപ്പെക്സ് ബോഡി ഓഫ് മലയാളം ഇൻഡസ്ട്രി. എന്താ ഉണ്ട്? പണം മുടക്കുന്നവരുടെ സംഘടനയാണ് അല്ലേ? ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ സംഘടനയാണ്, ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ സംഘടനയാണ്, കേരളത്തിലെ തിയേറ്ററുകളുടെ സംഘടനയാണ്, സംയുക്തമായ അപ്പെക്സ് ബോഡിയാണ്. ഞങ്ങളുടെ അഫിലിയേറ്റ്സ് ആണ്, ഞങ്ങളുടെ 3 ബ്രാഞ്ചസ് ആണിത്. അവർ പണം മുടക്കുന്നവരുടെ സംഘടനയാണ്. ഞങ്ങളുടെ പണം മുടക്കുന്നവർക്ക് സേഫ്റ്റി വേണം, എക്കണോമിക് സേഫ്റ്റി വേണം, എക്കണോമിക് വെൽഫെയർ വേണം. അതിനുവേണ്ടി ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ജോലി ചെയ്യാൻ വരുന്നവർ എന്ന് പറയുന്നത് ആരാണ്? ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വേതനം കൈപ്പറ്റുന്നവരല്ലേ. അവർ വളരെ മര്യാദയായി ജോലി ചെയ്ത് ഞങ്ങളുടെ എക്കണോമിക് സേഫ്റ്റി കാത്തു പരിപാലിക്കാൻ അവർക്ക് ബാധ്യസ്ഥരാണ്. അങ്ങനെയുള്ള ഞങ്ങളുടെ മെമ്പർമാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങളോ അതിനെ തടസ്സപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് ഉണ്ടായാൽ അത് ലഹരി ആയിക്കോട്ടെ ഏതായിക്കോട്ടെ അങ്ങനെയുള്ള കാര്യത്തിൽ ശക്തമായ നടപടിയെടുക്കാൻ ഫിലിം ചേംബർ എന്ന് മുന്നിൽ നിന്നിട്ടുണ്ട്. സർക്കാരോട് എത്രയോ പ്രാവശ്യം ഫിലിം ചേംബർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ 2 ആഴ്ച മുമ്പ് ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഞങ്ങളുടെ അഫിലിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ബി രാകേഷ് കൊടുത്ത ലെറ്റർ പാഡിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ശക്തമായ നടപടി സർക്കാരോട് പറഞ്ഞല്ലോ. കഴിഞ്ഞ ആഴ്ച ട്രിവാൻഡ്രത്തൊരു ലൊക്കേഷനിൽ കയറിയല്ലോ പോലീസ്, എക്സൈസ് കയറിയല്ലോ, അവിടെ വെച്ച് പിടിച്ചല്ലോ. ഞങ്ങൾ എന്തെങ്കിലും പ്രതിഷേധിച്ചോ? പിടിക്കണം. ലെറ്റർ സാവത്തെ ബോഡി നമുക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. കൃത്യമായി നമ്മളത് മോണിറ്റർ ചെയ്യണം. ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് നിയമം കയ്യിലെടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഓർത്ത് നോക്കി, 2022 മുതൽ വനിതാ കമ്മീഷൻ ഞങ്ങൾ ഏൽപ്പിച്ചിട്ട് വിരലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. മാക്സിമം ഞങ്ങൾ സഹകരിക്കുന്നുണ്ട്. ഞങ്ങൾ നോക്കി കണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ അതുപോലെ അവയർനെസ് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും നന്നാക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഇതിനകത്തുള്ള സമൂഹത്തിൻ്റെ പരിച്ഛേദം ഇവരെല്ലാം. ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ എല്ലാവരും നല്ലവരായിരുന്ന കേരളത്തിൽ നമ്മുടെ ലോകത്ത് പോലീസ് വേണ്ടല്ലോ, എല്ലാവരും നല്ലവരായിരുന്ന കോടതി വേണ്ടല്ലോ, എല്ലാവരും നല്ലവരായിരുന്ന പോലീസ് നമ്മുടെ നിയമം വേണോ? അപ്പോൾ മനുഷ്യരെല്ലാം വ്യത്യസ്തരാണ്, വ്യത്യസ്ത സ്വഭാവക്കാരുണ്ടാവും. പക്ഷേ ഇവരെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങളുണ്ടാവും. ഈ ഇൻഡസ്ട്രി നന്നായി പോകണം. ലഹരി എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇല്ലാതാക്കണം. ലഹരി ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഷൂട്ടിംഗ് തടസ്സം വരുത്തുക, വനിതകളെ ഉപദ്രവിക്കുക, ഹറാസ് ചെയ്യുക, ബോഡി ഷെയിം ചെയ്യുക, അങ്ങനെയുള്ളവരാൽ ഇനി മുതൽ പരാതി ലഭിച്ചാൽ, ഞങ്ങൾ പറഞ്ഞല്ലോ ഫിലിം ചേംബറിന് മുമ്പ് പറഞ്ഞുള്ള പരാതി ലഭിച്ചാൽ, ഞങ്ങൾക്ക് പരാതി ലഭിച്ചല്ലോ, റിട്ടേൺ പരാതി ലഭിക്കണം. പരാതി ലഭിച്ചാൽ ശക്തമായ നടപടിയെടുക്കും. ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഞങ്ങൾ ഇപ്രാവശ്യം ചെയ്യില്ല.